ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നന്ദുവും നവീനും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനി ഫോൺ വിളിക്കുക. ഹലോ. എന്താടാ നീ എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കാതിരുന്നേ? നീ കുറെ വിളിച്ചിട്ടുണ്ടല്ലോ. അല്ല, എന്തിനാ വിളിച്ചേ? എടാ, ഞാനും നന്ദു ഇപ്പോൾ ഒരു ഹോട്ടലിലിരിക്കുക. ഹോട്ടലിലോ? അതെ, ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വന്നതാ. നിന്നെ കുറെ വിളിച്ചു, എന്നിട്ട് നീ ഫോൺ എടുത്തില്ല. എന്നിട്ട് അവൾ എന്നെ വിളിച്ചില്ലല്ലോ. എടാ, എനിക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ വിളിച്ചത്. നീ വന്നില്ലല്ലോ, നീ ഫോണും എടുത്തില്ലല്ലോ, പിന്നെ എനിക്ക് എന്ത് പറയാൻ പറ്റും എന്നും പറഞ്ഞോണ്ട് നവീൻ ഇങ്ങനെ പറയാം. അത് കേട്ടതും നമ്മുടെ അനി, സാരമില്ല, നിങ്ങൾ കഴിക്കും അത്. അപ്പൊ ഞാൻ നന്ദുവിൻ്റെ കൊടുക്കാടാ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ ഫോണ് നന്ദുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഹലോ അനി, നീയും കൂടെ വരുന്നോ? ഞങ്ങൾ ഭക്ഷണം പതുക്കെ കഴിക്കാടാ. ഏയ് വേണ്ട വേണ്ട, നിങ്ങൾ കഴിക്കും. എന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് അനി ഫോൺ കട്ട് ചെയ്തു. ഈശ്വര, ഇനി അവളെങ്ങാനും അവൻ്റെ കൂടെ അവനെ സ്നേഹിക്കോ? ഇനി അവൻ്റെ മനസ്സിലുള്ളത് അവളോട് പറഞ്ഞു കൊടുക്കുമോ? ഈശ്വര, അവൾക്ക് അല്ലെങ്കിൽ നവീൻ എന്ന് വെച്ചാൽ ഇത്തിരി ബഹുമാനം കൂടുതലാ. നവീൻ്റെ ഭാര്യയാകുന്നത് ഒരു ഭാഗ്യമാണെന്ന് കരുതി നടക്കുന്നവൾ അവള്. അങ്ങനെയുള്ളപ്പോൾ അവളെങ്ങാനും അവനെ സ്നേഹിച്ച അതെൻ്റെ തോൽവിയാവുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനിക്ക് ആകെ സമനില തെറ്റിയ അവസ്ഥയെ. ഈ സമയം നമ്മുടെ അനി ഇങ്ങനെ ഓരോന്നൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും പിന്നീട് നമ്മുടെ നന്ദുവിനെ നവീനെ കാണിക്കുന്നത്. എന്തായാലും എനിക്ക് നല്ല സങ്കടമായെന്ന് തോന്നുന്നേ. സങ്കടമൊന്നുമില്ല, അവൻ്റെ സംസാരത്തിൽ അവന് ടെൻഷനാ. ജോലിയൊക്കെ അവൻ്റെ തലയിലല്ലേ. ആദർശേട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഇപ്പം എല്ലാ ഉത്തരവാദിത്വം അവന് വെച്ച് കൊടുത്തിരിക്കുക. അതുകൊണ്ട് അവൻ അത്ര പെട്ടെന്നൊന്നും വിളിച്ചാൽ വരില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങനെ ഇരിക്കും. ഈ സമയം നല്ല ഫുഡാണല്ലേ നവീനേട്ട? അതെ. അല്ല നവീനേട്ട, ഈ പെൺകുട്ടി ഏതാണെന്ന് നവീനേട്ടൻ പറഞ്ഞില്ലല്ലോ. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നന്ദു. എന്തായാലും പെൺകുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയേ പോലീസ് ആകണതിന് മുമ്പും ഒരു കാര്യം, അതായത് ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാറുണ്ട്. അതായത് അനാമിക എന്ന് പറയുന്നവളുടെ വീട്ടിൽ കയറി അവളുടെ അച്ഛനും അമ്മയും ഞങ്ങൾ കുറേ തല്ലിയിട്ടുണ്ട്. അതുപോലെ നവീനേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പെൺകുട്ടിയുടെ വീട്ടിൽ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവളെ തൂക്കിക്കൊണ്ടുവരുന്ന കാര്യം ഞങ്ങളേറ്റു. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല നന്ദു. പ്രശ്നം മുഴുവൻ ഉണ്ടാകാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്നാ. അതെന്താ നവീനേട്ട? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കൊന്നും ഒരെതിർപ്പും ഉണ്ടാവില്ല. പിന്നെ എൻ്റെ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് തൻ്റെടികളായ പെൺകുട്ടികളെ ഇഷ്ടമല്ല. അത് മാത്രമല്ല, തൻ്റെടികളായ പെൺകുട്ടികൾ അമ്മയ്ക്ക് പണ്ട് മുതലേ തീരെ കണ്ടുകൂടാ. പിന്നെ എൻ്റെ വീട്ടിലെ മുത്തശ്ശിയും ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും പുറകിലൊന്നും കാണും, അല്ലാതെ വീടിൻ്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കാറില്ല. അത് അവരുടെ കുടുംബ പാരമ്പര്യമാണ്, അതിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ അമ്മയ്ക്കിപ്പോൾ കുറച്ചെങ്കിലും മാറ്റം ഉണ്ടെങ്കിലും അമ്മയുടെ മനസ്സിൽ തൻ്റെടികളായ പെൺകുട്ടികൾ വേണ്ടേ വേണ്ട എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അമ്മയുടെ കാര്യത്തിൽ ഞാൻ ടെൻഷൻ അടിക്കുന്നത്. സാരമില്ല നവീനേട്ടാ, എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കും. അമ്മയ്ക്ക് ഇഷ്ടമല്ലാതെ ഈ കല്യാണം നടത്തരുത് കേട്ടോ. പാവമല്ലേ അമ്മ? നമ്മുടെ അമ്മമാർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. നമുക്ക് വേണ്ടി അവരൊരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുള്ളവരാ. അതൊക്കെ കേട്ടതും നവീൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം അനിയാണ് കാണിക്കുന്നത്. ഈശ്വര, എന്തൊരു കഷ്ടം ഇത്. അവൾ എന്തിനാന്നാലും അവൻ്റെ കൂടെ പോയത്? അവനെങ്ങാനും അവളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അവൾ എന്തായിരിക്കും പ്രതികരിക്കുക? ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല എന്നറിഞ്ഞാൽ അവൻ എന്നെ തെറ്റിദ്ധരിക്കില്ലേ? വല്ലാത്തൊരു കഷ്ടമാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനിയാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഒരാൾ വരിക. സാർ, താരെന്താണോ വിളിക്കാണ്ട് വന്നത്? തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ബെല്ലടിച്ചിട്ട് വേണം വരാമെന്ന്? സാർ, ഞാൻ ബെല്ലടിച്ചതാ, സാറ് കേട്ടില്ല. അതിനുശേഷം എക്സ്ക്യൂസ് മീ സാറെന്ന് വിളിക്കുകയും ചെയ്തു, അതും സാറ് കേട്ടില്ല. മേ കമിൻ സാറെന്ന് ചോദിച്ചു, അതും സാറ് കേട്ടില്ല. അതുകൊണ്ടാ ഞാനിങ്ങ് പോകുന്നത്. ഞാൻ കേട്ടില്ലെങ്കിൽ താനിങ്ങ് ഇടിച്ചു കയറി പോരോ? സാർ, എനിക്ക് ഇതിന് സൈൻ വേണമായിരുന്നു. ഇതെന്താ? സാലറി ഫയലാ. സാലറി ഒരു ദിവസം പെൻഡിങ്ങിൽ പോയി, നാളെ കൊടുത്താൽ മതി. അത് കേട്ടതും, അയ്യോ സാർ, ഇവിടെ അങ്ങനെ ഒരു പതിവില്ല. എന്നാൽ ഇപ്പം ഈ പതിവ് വേണം, കൊണ്ടോടോ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചയിടുക. അത് കേട്ടതും അയാൾ പോകാനൊരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് അനി അത് മേടിച്ച് സൈനിട്ട് കൊടുക്കുക. സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാവരും എപ്പോഴും ഒരേപോലെ ഇരിക്കില്ല, എല്ലാവർക്കും പല ടെൻഷനും ഉണ്ടാവും. അത് തന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തനിക്ക് ഇൻസൾട്ട് ആയിട്ടുണ്ടെങ്കിൽ സോറി. സാരമില്ല സാർ, ഇറ്റ്സ് ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനി, ഞാൻ എന്താ ഇത്? അവൻ്റെയും കാര്യം ഓർത്ത് ഞാൻ ആകെ ടെൻഷൻ അടിക്കുകയാണല്ലോ. അതിനേക്കാൾ നല്ലത് ഞാൻ അവിടെ പോയി നോക്കുന്നതല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയും നവീനെയുമാണ്. അവർ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും
നവീൻ യാത്രയൊക്കെ പറയാം. എന്നാൽ ശരി നന്ദു, നാം പോട്ടെ. നമുക്ക് ഇടയ്ക്കൊക്കെ ഈ ഹോട്ടലിലൊന്ന് കൂടാട്ടോ. നല്ല ഫുഡായിരുന്നു. നന്ദു നല്ല ഹോട്ടലാണ് തിരഞ്ഞെടുത്തത്. ഈ ഹോട്ടലിലെ ഫുഡ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇടയ്ക്കൊക്കെ നമുക്ക് പാർട്ടി നടത്തുമ്പോഴേ അവനെ കൂടെ വിളിക്കണം. അവന് പിന്നെ വലിയ സങ്കടവും. അവന് തിരക്കുള്ളത് കൊണ്ട് നവീനേട്ട വരാത്തത്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, വിളിച്ചവൻ വന്നോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കും. അങ്ങനെ നവീൻ അങ്ങ് പോയി. നവീൻ പോയി കഴിഞ്ഞതും അനിയെ കാണുക നന്ദു. ആഹാ, എടാ അനി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എന്താ വന്നിട്ട് ഇങ്ങോട്ട് വരാതിരുന്നത്? ഒന്നുമില്ലടാ. എന്താടാ, എന്തു പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. അവൻ നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ അവന്റെ മനസ്സിലെ പെൺകുട്ടിയെ കുറിച്ച്? നന്നായി. നിന്നോട് പറയാത്ത കാര്യം അവൻ എന്നോട് പറയോ? അല്ലെങ്കിലും ഇതൊക്കെ ആൺകുട്ടികളോടാണ് ആൺകുട്ടികൾ പറയാറ്, അല്ലാതെ ഞങ്ങളോട് എന്ത് പറയാനടാ? സമാധാനായോ? എന്തിന്? അല്ല, സമാധാനായെന്നല്ല. അവൻ എന്നോട് പറയാതെ നിന്നോട് പറയുമോ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. കാരണം എനിക്കൊരു സങ്കടം, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവന്റെ മനസ്സിലെ പെൺകുട്ടി ആരാണെന്ന് ആദ്യം അറിയണമെന്ന്. എടാ, അത് നീ അറിഞ്ഞാലും ഞാൻ അറിഞ്ഞാലും ഒരേപോലെയല്ലേ? പിന്നെ എന്തിനാ പ്രശ്നം? അല്ല നന്ദു, ഞാൻ വെറുതെ അങ്ങനെ ഓരോന്ന് ആലോചിക്കുമായിരുന്നു. നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വന്നില്ലല്ലേ? നവീനേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എടുക്കുന്ന കേസുകളൊക്കെ നവീനേട്ടൻ എന്നെ ജയിപ്പിച്ചു തരാറുണ്ട്. അതുകൊണ്ട് നവീനേട്ടനോട് എനിക്ക് വലിയ ആരാധനയാണ്. അത് കേട്ടതും നന്ദു, എനിക്കൊരു സംശയമുണ്ട്. എന്ത് സംശയം? ഇയാളിരിക്കുന്നോണ്ട് ഞാൻ ചോദിക്കുന്നില്ല. സുരേഷ് ഏട്ടൻ ഇരിക്കുന്നോണ്ട് നീ ചോദിക്കാതിരിക്കണ്ട, ചോദിച്ചോ. എന്താ അത് പിന്നെ എടാ, സുരേഷ് ഏട്ടൻ അറിയാലോ നീ എൻ്റെ പിന്നാലെ ചുറ്റി കിടക്കുന്ന കാര്യമൊക്കെ. അതുകൊണ്ട് ധൈര്യമായിട്ട് ചോദിച്ചോ. എടാ, എന്തായാലും നീ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നവീനേട്ടനോട് ആരാധനയാണെന്ന് പറഞ്ഞപ്പോൾ നീ ചോദിക്കാൻ പോവല്ലേ ആ ആരാധന എൻ്റെ മനസ്സിൽ നവീനോടുള്ള ഇഷ്ടമാണോന്ന്? എടാ, ഇത്രയൊക്കെ ഉള്ളൂ നിന്റെ വിശ്വാസം. ഒരു പെൺകുട്ടിയുടെ ഇത് വെച്ച്, ഒരു പെൺകുട്ടി അവൾ നല്ലവളാണെങ്കിൽ ഒരാണിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും, അതായത് അവൾ മരിക്കുന്നത് വരെ അവനല്ലാതെ വേറെ ഒരുത്തൻ അവളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരില്ല. പിന്നെ നവീനേട്ടനോട് എനിക്കുള്ള ആരാധന അത് പ്രേമമൊന്നുമല്ല. അത് എൻ്റെ മനസ്സിൽ ഞാൻ ദൈവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ആരാധന ഉണ്ടല്ലോ, ആ ആരാധനയാണ്. എനിക്കിപ്പോൾ ദൈവങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് കരുതി ഞാൻ ദൈവത്തെ പ്രേമിക്കുകയാണോ? അല്ല, അങ്ങനെ പല ഇഷ്ടങ്ങളും ഉണ്ട്. അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. എപ്പോഴാ സമാധാനമായത്? എന്നാ വാ നന്ദു, ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്കൊരു ജ്യൂസ് കുടിക്കാം. വേണ്ട, എൻ്റെ വയറ് പൊട്ടിപ്പോകുന്ന രീതിയിലാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുമുണ്ട്, ഞാൻ പോവുകയാണേ എന്നും പറഞ്ഞ് നന്ദു പോവുക. ഈ സമയം എനിക്ക് സന്തോഷമായിട്ട് ചിരി വരിക. എന്തായാലും ഞാൻ അവളെ സംശയിക്കുന്നത്, അവളെ സംശയിക്കണ്ടായിരുന്നു. പക്ഷേ അവളെ സംശയിക്കേണ്ട ആവശ്യമില്ല. എന്നാ നവീൻ, അവൻ അപകടകാരിയാ, അവനെ സംശയിച്ചേ പറ്റൂ. അവനെങ്ങാനും അവളോട് ഈ കാര്യം തുറന്നു പറഞ്ഞാൽ പിന്നെ തീർന്നുമല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അനി നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന നയനയാണ്. നയന കുറേ നേരമായി ആദർശിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ എൻ്റെ ഈശ്വര, എൻ്റെ ആദർശന് എന്താ പറ്റിയേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ, എന്താ മോളെ, എന്തു പറ്റി? ഒന്നും പറയണ്ടമ്മേ, കുറേ നേരമായി ഞാൻ വിളിക്കുന്നു, എടുക്കുന്നില്ല. ആദ്യമൊക്കെ റിങ് പോവും, പിന്നെ സ്വിച്ച് ഓഫ് ആന്ന് പറയും, പിന്നെ ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറയും. ഒരു പിടിയും കിട്ടുന്നില്ലമ്മേ, എന്താ പറ്റിയെന്ന് എന്നൊക്കെ പറയാം. മോളെ ടെൻഷൻ അടിക്കണ്ട, അവൻ ചിലപ്പോൾ ഫോൺ വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. ബിസിനസ് തിരക്കല്ലേ, അവിടെ ചെന്നപ്പോൾ അവിടുത്തെ തലവേദനയിലേക്ക് അവൻ കടന്നു കാണും. അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. എന്നാലും ഞാൻ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് ആദർശേട്ടൻ ഫോൺ എടുക്കും അമ്മേ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും ചെയ്യും. ഫ്ലൈറ്റ് ഇറങ്ങിയതും എന്നെ കുറേ വിളിച്ചു. അതിനുശേഷം റൂം എത്തിയിട്ടും കുറേ വിളിച്ചു. ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നതിന് മുമ്പും കുറേ വിളിച്ചു. എല്ലാം ആദർശേട്ടൻ എന്നെ വിളിക്കാതിരുന്നിട്ടില്ലമ്മേ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ടെൻഷൻ കൂടി വരിക അമ്മേ. ആദർശേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളൊരു പേടി മനസ്സിലേക്ക് കടന്നു വരിക. അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ. മോളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പും അവനിങ്ങനെ പോയിട്ടുണ്ട്. അത് മാത്രമല്ല, അവൻ ഇതുപോലെ തിരക്കിലൊക്കെ പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോഴും ആ ഫോണൊക്കെ വിളിക്കാറുണ്ട്. ചിലപ്പോൾ എന്തായാലും ഫോണിന് സംഭവിച്ചു കാണും. പക്ഷേ അങ്ങനെയൊന്നും അല്ലമ്മേ, എന്തോ മനസ്സിന് വല്ലാത്തൊരു പേടി പോലെ. മോള് ടെൻഷൻ അടിക്കാതെ, അവൻ വിളിച്ചോളൂ. എന്തായാലും തിരക്കായതുകൊണ്ടായിരിക്കുമല്ലോ മോളെ, അവിടെ നമ്മുടെ ആൾക്കാരൊക്കെ ഉള്ളതല്ലേ. പിന്നെ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? അവന് കൂട്ടായിട്ട് അവിടെ ഇഷ്ടം പോലെ പേരുണ്ട്. മോള് വിഷമിക്കാതിരിക്കുകയും. എന്നാലും അമ്മേ, ആദർശയുടെ ഫോൺ എടുക്കാതിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ടെൻഷനാ. എന്ത് ചെയ്യണമെന്ന് അറിയില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനാകെ സങ്കടപ്പെടുക. ഈ സമയം മോള് വിഷമിക്കാതെ, ഞാനും വിളിച്ചു നോക്കുന്നുണ്ട്, ഞാനും വിളിച്ചുകൊണ്ടേ ഇരിക്കാം, മോളും വിളിച്ചുകൊണ്ടേ ഇരിക്കും, എടുത്താൽ സമാധാനമാവുമല്ലോ. ശരി അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതങ്ങോട്ട് പോവുക ദേവയാനി. ഈ സമയം നയന ആകെ സങ്കടപ്പെടുക. എൻ്റെ ഈശ്വര, എൻ്റെ ആദർശേട്ടന് ഒരാപത്ത് സംഭവിക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്ന ജയനെയാണ്. ജയനും ആദർശിനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷെ ജയനും ഫോൺ എടുക്കുന്നില്ല. അപ്പോഴത്തേക്കും അനി കയറി വരിക. അനി വന്നതും നമ്മുടെ ഇത് ചോദിക്കുക, അതായത് ജയൻ, എന്താടാ നിന്റെ മുഖമാകെ വല്ലാതിരിക്കുന്നേ?
നിനക്ക് ജോലി തിരക്ക് കൂടുതലാണോ? നിനക്ക് ജോലികളെല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ, അതിലൊന്നും കുഴപ്പമില്ല വലിയച്ഛ, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ആ വലിയച്ഛ, ഞാനൊരു സംശയം ചോദിക്കാനാ ഇപ്പൊ വലിയച്ഛനെ കണ്ടപ്പോൾ ആലോചിച്ചത്. എന്താടാ, എന്ത് സംശയം? അതെ, രണ്ട് നല്ല കൂട്ടുകാര്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ആ രണ്ട് നല്ല കൂട്ടുകാരും കൂടെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുക. ആ ഒരു പെൺകുട്ടിക്ക് ഒരു കൂട്ടുകാരനോട് ഇഷ്ടമാണ്, എന്നാൽ മറ്റവനോട് ഇഷ്ടമല്ല. എന്നാൽ സ്നേഹിക്കുന്നവർക്ക് തമ്മിൽ അറിയാൻ കാര്യങ്ങൾ, എന്നാൽ മറ്റവന് ഇത് രണ്ടും അറിയാതെ അവൻ ഒറ്റയ്ക്ക് ആ പെൺകുട്ടിയെ സ്നേഹിച്ചോണ്ട് നടക്കുക. ആ, അങ്ങനെ വരുമ്പോൾ അതിനെന്താ വലിയച്ഛ ഒരു സൊല്യൂഷൻ? അത് കേട്ടതും എടാ, ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ലേ പറഞ്ഞത്? അതെ, അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാ. ആ കുട്ടിക്ക് ആ പെൺകുട്ടിയോട് ആ കൂട്ടുകാരന് ഇഷ്ടമുള്ള കാര്യങ്ങൾ തുറന്നു പറയാ. ഇല്ലെങ്കിൽ നീ പറഞ്ഞ മറ്റേ കൂട്ടുകാരൻ, അതായത് പെൺകുട്ടിയെ മാത്രം സ്നേഹിക്കുന്നവൻ ഒരുപാട് അവളെ സ്നേഹിക്കും, കല്യാണം കഴിക്കണമെന്ന് സ്വപ്നം കാണും. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് ആ കൂട്ടുകാരനും ആ കൂട്ടുകാരിയും തമ്മിൽ ഒന്നിക്കുമ്പോൾ അതിൽ വലിയൊരു ചതി പറ്റിയെന്ന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുമ്പോൾ ചിലപ്പോൾ ആ സൗഹൃദം അങ്ങോട്ട് ഇല്ലാതാവും. കാരണം ഇത്രയും നാളും കൂടെ നടന്നിട്ടും അങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും പിന്നെ ആ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്. ഇതില് തലവേദനയായല്ലോ എന്നും എടാ 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 ഒന്ന് നിന്നേ. എന്താ വിളിച്ച? ഇനി ആ പറഞ്ഞ കൂട്ടുകാരൻ നീയാണോ? അത് കേട്ടതും ഏയ്, ഞാനല്ല വിളിച്ച, ഞാൻ വേറൊരു കൂട്ടുകാരൻ്റെ കാര്യം ചോദിച്ചത്. എന്താണെങ്കിലും നീ അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നിനക്ക് നന്ദുവായിട്ട് വല്ല ചുറ്റിക്കളി ഉണ്ടോ? ഏയ് ഇല്ല വിളിച്ച, ഇപ്പൊ ഞങ്ങൾ തമ്മിലധികം കാണാറൊന്നുമില്ല. ഇല്ലേ? എന്നാ പിന്നെ ഞാനൊരു ഐഡിയ പറയട്ടെ. ഇപ്പൊ ഞാൻ പറയുന്ന ആ കൂട്ടുകാരന്മാരിൽ രണ്ടുപേരും നിങ്ങളാണെങ്കിലും പിന്നെ നന്ദുവാണ് ആ പെൺകുട്ടിയെങ്കിൽ നന്ദുവിനെ അവൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കല്യാണം അങ്ങ് നടത്തി കൊടുക്കുകയല്ലേ വേണ്ടത്. അത് കേട്ടതും ഏയ് അത് ശരിയാവില്ല വലിയച്ച, ഇത് നന്ദുവും ഞാനൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കുക. എടാ, ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഈ പ്രേമത്തിനെ കുറിച്ചൊന്നും അറിയില്ല. നീ ഒരു കാര്യം ചെയ്, നിനക്ക് അങ്ങനെ അതിനൊരു ഇത് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നീ നിന്റെ ഏട്ടത്തിയുടെ അടുത്തേക്ക് ചെല്ല്. എന്നിട്ട് ഏട്ടത്തിയോട് കാര്യങ്ങൾ ചോദിക്കും. നിന്റെ ഏട്ടത്തി ചിലപ്പോൾ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരും. അയ്യോ അത് വേണ്ട, എന്നിട്ട് വേണം ഏട്ടത്തി എന്നെ സംശയിക്കാൻ. ഞാനില്ല എന്നും പറഞ്ഞുകൊണ്ട് അനിമുറിയിലേക്ക് പോവുക. ഈ സമയം ഇവൻ ആരെക്കുറിച്ച് ഈ പറഞ്ഞത്? ഇനി അവനെക്കുറിച്ച് തന്നെയാണോ പറഞ്ഞത് എന്നും ആലോചിച്ചുകൊണ്ട് ജയൻ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുക. ഇതേസമയം രണ്ട് ഗുണ്ടകൾ തമ്മിൽ സംസാരിക്കുക. എന്തായാലും നമ്മുടെ കാര്യം ഇപ്പോൾ ഭയങ്കര കഷ്ടത്തിലാണ് ചേട്ടാ. കാരണം എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ കൂട്ടുകാരന്മാരെയൊക്കെ ആ നന്ദന പിടിച്ച് ജയിലിലാക്കിയതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തുടങ്ങി. നമുക്കിപ്പോൾ കഷ്ടകാലമാണ്. നമ്മൾ കെട്ടിയ കടകളെല്ലാം അവളായിട്ട് ഇടിപ്പിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവളെ നമുക്കങ്ങ് തട്ടിക്കളഞ്ഞാലോ ഏട്ടാ എന്നൊക്കെ പറയാം. അതേടാ, അവളെ തട്ടിക്കളഞ്ഞാലേ ശരിയാവുള്ളൂ. എന്തായാലും അണ്ണാ, ഇപ്പം അവൾ വരുന്ന സമയം നമുക്കൊരു കാര്യം ചെയ്യാം, അവളെ അങ്ങ് തട്ടാം. എന്നാലേ നമുക്ക് സമാധാനം ഉണ്ടാവും. അവൾ ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ആൾക്കാരൊന്നും പുറലോകം കണ്ടിട്ടില്ല, എല്ലാം ജയിലിനകത്താ. നമുക്ക് വേണ്ട പോലെ പിരിവും കിട്ടുന്നില്ല. ആദ്യമൊക്കെ നമ്മളെ പേടിച്ച് നടന്നവരൊക്കെ ഇപ്പം നമ്മളെ പേടിയില്ലാതെ നടക്കുക. അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവണമെങ്കിൽ ആ നന്ദന അവൾ മരിക്കണം എന്നാ വാടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ടെമ്പോയ്ക്കകത്ത് കയറിയിരിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ നന്ദു ഡ്രൈവറും കൂടെ വന്നുകൊണ്ടിരിക്കുക ജീപ്പിൽ. അങ്ങനെ ഹോൺ അടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവർ ആ ജീപ്പ് കണ്ടു. ജീപ്പ് കണ്ടത് നന്ദു പാസ്സായി പോയി കഴിഞ്ഞ ശേഷം നന്ദുവിൻ്റെ പിന്നാലെ വണ്ടിയുമായിട്ട് ടെമ്പോയിൽ പോയിക്കൊണ്ടിരിക്കുക അവർ. അങ്ങനെ പോയി കുറേ ദൂരം എത്തി. അവസാനം ഒരു റോഡ് മുറിച്ച് എന്താ പറയുക, അത് നന്ദുവിൻ്റെ ജീപ്പ് വെട്ടിച്ച് കിടക്കുന്നത് പോലെ ഇടയിലൂടെ കയറി ജീപ്പിനിട്ടൊരു ഒറ്റ ഇടിയുടെ ഇതിൽ നന്ദുവിൻ്റെ തലയും ഡ്രൈവറിൻ്റെ തലയും ചെന്ന് ഇടിക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ജലജയാണ്. ജലജ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് പിറുപിറുത്തോണ്ടിരിക്കുക. സ്വർണ്ണവില കൂടി വരിക. ഈ വീട്ടിലുള്ളവർക്ക് അത് വലിയ ലാഭമാണ്, വലിയ സന്തോഷമാണ്. എത്ര സ്വർണ്ണവില കൂടിയാലും സ്വർണ്ണം അണിയാത്തവരാരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാർത്ത കാണുമോ, അങ്ങനെ ഓരോ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയ വാർത്ത, കാമനാട്ട് SI നന്ദുവും ഡ്രൈവറും സഞ്ചരിച്ചിരുന്ന ജീപ്പിൽ ടെമ്പോ ഇടിച്ചു. SI നന്ദുവിന് പരിക്കുണ്ട്, ഡ്രൈവറിൻ്റെ പരിക്ക് ഗുരുതരമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് അത് കേട്ട ജലജ ഭയങ്കര സന്തോഷത്തോടെ അവിടെ ഒന്ന് എഴുന്നേക്കുക. മോനെ എന്നും പറഞ്ഞ് ഒച്ചത്തിൽ വിളിച്ചു. എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? പറ്റിയത് എനിക്കല്ലടാ, നിന്നെ ഇവിടുന്ന് കൈക്ക് വിലങ്ങോട്ട് പിടിച്ചോണ്ട് പോയില്ലേ അവൾക്കാ. ആർക്ക്? നന്ദുവിനോ? അതെ, ആ നന്ദു സഞ്ചരിച്ചിരുന്ന വണ്ടിയെ ടെമ്പോമായി കൂട്ടിയിടിച്ചു. അവളിപ്പോൾ ഹോസ്പിറ്റലിലാ. എന്നാ അത് അടിപൊളിയാണല്ലോ നമ്മുടെ ശത്രുക്കൾക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവൻ്റെ വാർത്ത കേൾക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുവാ ദുബായിന്ന്.
അങ്ങനെയുള്ളപ്പോഴാണ് ഇതുപോലൊരു വാർത്ത കേൾക്കുന്നത്. ഈ വാർത്ത ചൂടാറുന്നതിന് മുമ്പ് ആ ഗർഭിണിയുടെ കാതിൽ കൊണ്ട് ഞാൻ എത്തിക്കട്ടെ. അവളുടെ പുന്നാര അനിയത്തിയല്ലേ, അവള് കരഞ്ഞു കരഞ്ഞ കുഞ്ഞ് പോകുന്നെങ്കിൽ അങ്ങ് പോട്ടേടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അങ്ങ് പോവുക. അത് കേട്ടുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അഭിയും. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.